മുഖത്ത് മർദ്ദനമേറ്റ പാടുകളുമായി ആഷി, പങ്കാളി വിട്ടുപോകാതിരിക്കാൻ കൂടോത്രം ചെയ്ത് ജാസി. വീഡിയോയിലെ സത്യമെന്ത്? സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന കപ്പിളാണ് ട്രാൻസ്ജെൻഡറായ ജാസിയും പങ്കാളി ആഷിയും. ഏറെക്കാലം ദുബൈയിൽ ജോലിയും ബിസിനസ്സുമെല്ലാമായി സെറ്റിൽ ആയിരുന്നു ഇരുവരും. പൂർണ്ണമായി സ്ത്രീയായി മാറാനുള്ള ചികിത്സ ജാസി വിധേയനായി തുടങ്ങിയതോടെയാണ് കേരളത്തിലേക്ക് വന്നത്. ചികിത്സകൾ പുരോഗമിക്കുന്നതിനാൽ എല്ലാത്തിനും ശേഷം പാസ്പോർട്ടിലും മാറ്റം വരുത്തി മാത്രമേ ജാസിക്കിനി തിരികെ ദുബൈയിലേക്ക് പോകാൻ സാധിക്കൂ. ആഷി ഇടയ്ക്കിടെ ബിസിനസ് കാര്യങ്ങൾ പരിശോധിക്കാനായി ദുബായിലേക്ക് പോകാറുണ്ട്. ആഷി കാസർഗോഡ് സ്വദേശിയും ജാസി പാലക്കാട് സ്വദേശിയുമാണ്. വളരെ വർഷങ്ങൾക്ക് ഇരുവരും സുഹൃത്തുക്കളായിരുന്നു. അതിനുശേഷമാണ് പ്രണയം തിരിച്ച് അറിഞ്ഞതും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതും. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് കൂടിയാണ് ഇരുവരും. ഇൻഫ്ലുവൻസേഴ്സ് ആയതുകൊണ്ട് തന്നെ പ്രൊമോഷനുകൾ, ഉദ്ഘാടനങ്ങൾ, ഇൻ്റർവ്യൂകൾ എല്ലാമായി തിരക്കിനാളിപ്പോൾ ഇരുവരും. ജാസിക്കും ആഷിക്കും സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലുമുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ഇരുവരുമായി ബന്ധപ്പെട്ട ചില വീഡിയോകളും വോയിസ് ക്ലിപ്പുകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതിൽ ഒരു വീഡിയോയിൽ മുഖത്തും ശരീരത്തും മർദ്ദനമേറ്റ പാടുകളുമായി നിൽക്കുന്ന ആഷിയാണ് ഉള്ളത്. എനിക്ക് ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തു വരണം. ഞാൻ അതിനുവേണ്ടി ഒരുപാട് അടിയൊക്കെ കൊണ്ടു. വീട്ടിലേക്ക് വിളിച്ചിരുന്നു. ഞങ്ങളുടേത് റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ സുഹൃത്തായാണ് ഞാൻ ജാസിയെ കണ്ടത്. അവൻ്റെ കൂടെ നിൽക്കണമെന്ന് അവൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഒപ്പം നിന്നത്. ഞങ്ങളുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം. ഒരു ഹാപ്പിനെസ് ഇല്ലാത്ത വീഡിയോസാണ് എല്ലാം. പ്രൊമോഷന് വേണ്ടിയാണ് പല വീഡിയോകളിലും ഞാൻ നിൽക്കുന്നത് പോലും. ജോലി സെറ്റായി നാട്ടിലേക്ക് പോകാൻ ഞാൻ തയ്യാറായപ്പോൾ അവൻ എന്നെ വിടുന്നില്ല. പാസ്പോർട്ട് എല്ലാം വാങ്ങി വെച്ചിരിക്കുകയാണ്. മുഖത്ത് നിങ്ങൾ കാണുന്നത് അവൻ മൊബൈൽ വെച്ച് കുത്തിയതിൻ്റെയും കടിച്ചതിൻ്റെയും എല്ലാം നഖം വെച്ച് മാന്തിയതിൻ്റെയും പാടാണ് എന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വീഡിയോയിൽ ആഷി ജാസിയെക്കുറിച്ച് പറഞ്ഞത്. എന്നാൽ പ്രചരിക്കുന്ന വീഡിയോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ഈ വീഡിയോയ്ക്ക് ഒപ്പം ആഷി തന്നെ ഉപേക്ഷിച്ച് പോകാതിരിക്കാൻ ഉസ്താദിനോട് സഹായം ചോദിക്കുന്ന ജാസിയുടെ വോയിസ് ക്ലിപ്പും പ്രചരിക്കുന്നുണ്ട്. ഞങ്ങൾക്കിടയിൽ ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് നല്ലതുപോലെ അവസാനിച്ച് ഞങ്ങൾ പണ്ടത്തേതുപോലെ എപ്പോൾ ഓക്കെ ആകുമെന്ന് അറിയാമോ? അവൻ എന്നെ വിട്ടു പോകുമെന്നാണോ ഇല്ലെന്നാണോ ഉസ്താദിന് കിട്ടിയത്? അവൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ പറ്റുമോ? ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താണ് ചെയ്യേണ്ടത് പറയാമോ? മുമ്പ് അവന് നല്ല സ്നേഹമായിരുന്നു. കുറച്ച് ദിവസമായാണ് മാറ്റം വന്നു തുടങ്ങിയത് എന്നാണ് ജാസി വോയിസ് ക്ലിപ്പിൽ പറഞ്ഞത്. മുന്നോട്ടു പോകുന്നതായി കാണുന്നില്ല. ബന്ധം മുറിയുമെന്നാണ് കാണുന്നത്. ചിലപ്പോൾ നീയുമായി അടുക്കും. അതിനുശേഷം പൂർണ്ണമായും നിന്നെ അവൻ ഒഴിവാക്കും എന്നായിരുന്നു ഉസ്താദ് ജാസിക്ക് നൽകിയ മറുപടി. ഈ വോയിസ് ക്ലിപ്പുകളും വളരെ കാലത്തെ പഴക്കമുണ്ട്. ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന പഴയ പ്രശ്നത്തിൻ്റെ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും പ്രചരിക്കുന്നതറിഞ്ഞ് ജാസിയും ആഷിയും വിശദീകരണവുമായി എത്തി. ഞങ്ങൾ വേർപിരിഞ്ഞിട്ടില്ല, ഒരുമിച്ച് തന്നെയാണുള്ളത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോസും വോയിസ് ക്ലിപ്പും ആ ഒരു സാഹചര്യത്തിൽ ചെയ്തതാണ്. അതിൻ്റെ വിശദീകരണം യൂട്യൂബ് ചാനലിലുണ്ട്. ട്രാൻസിൻ്റെ ലൈഫ് വളരെ അധികം പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ആഷിയെപ്പോലെ സുന്ദരക്കുട്ടപ്പനും നമ്മളെ മനസ്സിലാക്കുന്നതുമായ ഒരാളെ കിട്ടുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആഷി എനിക്ക് പ്രിയപ്പെട്ടതായതുകൊണ്ടും അവൻ തുടർന്നും എൻ്റെ ജീവിതത്തിൽ വേണമെന്ന് ഉള്ളതുകൊണ്ടുമാണ് അങ്ങനൊരു വോയിസ് ക്ലിപ്പ് ഉസ്താദിനെ ഞാൻ അയച്ചത്. അവസാനം ഉസ്താദ് പറയുന്നുണ്ട്, ഞാൻ പടച്ചവനൊന്നും അല്ലല്ലോ, നിൻ്റെ ആഷി പോവില്ല, ഒപ്പം ഉണ്ടാകുമെന്ന്. അത് പക്ഷേ ആരും പോസ്റ്റ് ചെയ്ത് കണ്ടില്ലെന്നുമാണ് വിശദീകരണം നൽകി ജാസിയും ആഷിയും പറഞ്ഞത്.